കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തട്ടിപ്പിനിരയായവർക്ക് കണ്ടുകെട്ടിയ പണം തിരികെ നൽകുമെന്ന് വാർത്താസമ്മേളനം നടത്തി ഇ.ഡി. ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാരക്കോണം മെഡിക്കൽ കോളേജ് തട്ടിപ്പിൽ ഇരകളായവർക്ക് പണം കൈമാറി. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്ത് അസാധാരണമായി വിളിച്ച വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. തട്ടിപ്പിനിരകളായി പണം നഷ്ടപ്പെട്ടവർ നിയമത്തിന്റെ കുരുക്കുകളിൽപ്പെട്ട് വർഷങ്ങളാണ് കാത്തിരിക്കാറുള്ളത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നേരിട്ട് പണം കൈമാറുകയാണ്. ഇതിന്റെ ഭാഗമായി കാരക്കോണം മെഡിക്കൽ കോളേജ് തട്ടിപ്പിൽ ഉൾപ്പെട്ട 8 പേർക്ക് പണം തിരികെ നൽകി. 6 പേരുടെ 80 ലക്ഷം രൂപയാണ് തിരികെ നൽകിയത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ വളരെ കടുത്ത നിലപാടെടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇ.ഡി. അതോടൊപ്പം തന്നെ അതിന്റെ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനുവേണ്ടി നമ്മൾ ഇ.ഡി. ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് കണ്ടുകെട്ടുന്ന സ്വത്തുക്കൾ അതിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരിലേക്ക് എത്തിക്കാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയേഴ്സിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇ.ഡിയും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കണ്ടുകെട്ടിയ പണം ഇ.ഡി. തിരികെ നൽകും. ബാങ്കിലേക്കായിരിക്കും കണ്ടുകെട്ടിയ പണം കൈമാറുക. പണം നഷ്ടപ്പെട്ടവർക്ക് ബാങ്കിൽ നിന്ന് സ്വീകരിക്കാം. 3 മാസം മുൻപ് ഇ.ഡി. കരുവന്നൂർ ബാങ്കിനെ ഈ വിവരം അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇതുവരെ ബാങ്ക് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതികളുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യുകയാണെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ഇ.ഡി. അറിയിച്ചു. 24 കൊച്ചി.